പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ അടുത്തേക്ക് ജീവിത സാക്ഷ്യം പങ്കുവെക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് സഹോദരി സീതാ മരിയ എന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി യേശുവിനെ കണ്ടുമുട്ടി യേശുവിന് വലിയ സാക്ഷിയായിട്ട് കാലയളവിൽ സഹോദരി ജീവിക്കുകയാണ്. 2 വർഷക്കാലം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. തുടർന്നുള്ള നാളുകളിൽ കോട്ടയം വിമലഹൃദയ ധ്യാന കേന്ദ്രത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നൊരു വ്യക്തിയാണ്. നമുക്ക് ഹൃദയപൂർവ്വം തൻ്റെ ജീവിതാനുഭവം സഹോദരി പങ്കുവെക്കുന്നത് നമുക്ക് ശ്രവിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമോ? എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ അങ്ങ് അരുളി ചെയ്തല്ലോ, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. നല്ല കർത്താവേ, ഇന്ന് അങ്ങയുടെ നാമം അനുസ്മരിക്കാനായി ഏറ്റുപറയാനായി ശാലോം കുടുംബത്തിലേക്ക് എളിയ ദാസിയെ അയച്ചതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾക്കും ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ സൗഖ്യവും അനുഗ്രഹവും അഭിഷേകവും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നൈറ്റ് വിച്ചിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ മക്കളിലേക്ക് നിറയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കർത്താവേ, ഈ നിമിഷം തന്നെ അവിടുത്തെ ശക്തി ഈ മണിക്കൂറുകളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ തിരുമണിക്കൂറുകളെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. മേരി മാതാവിൻ്റെ സകലം പ്രാർത്ഥനയും ഞങ്ങൾക്ക് നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദത്തങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരസ്പരം ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി പറഞ്ഞ് നമുക്കിരിക്കാം. ഗലാത്യ 1-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, അവിടുത്തെ കൃപയാൽ എന്നെ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ബ്രദർ പറയണ്ടായി, ഞാൻ കൊല്ലം സ്വദേശിയാണ്, എൻ്റെ പേര് സീതാ മരിയ, ഞാൻ കൊല്ലം കണ്ണനെല്ലൂർ ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം, ഞാൻ വിമല ഹൃദയ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ 1995-ലാണ് രക്ഷകനെ അറിയുന്നത്. 94-ല് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിങ്ങനെ വരികയായിരുന്നു. 95 എൻ്റെ കണ്ണിന് പൂർണ്ണമായി വേദനയും കാഴ്ചക്കുറവും, എൻ്റെ കണ്ണിൽ ബ്ലഡ് നിറഞ്ഞ് ഇങ്ങനെ പുറത്തിങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഓരോ ഡോക്ടറെ മാറി ഓരോ ഡോക്ടേഴ്സിനെയും കാണിച്ചു. ഒരു പരിശോധനയിലും എൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവസാനം 95 എൻ്റെ സീരിയസ് അവസ്ഥയായപ്പോൾ ഒരു വിദഗ്ധ ചികിത്സ വഴി കണ്ടുപിടിക്കാനിടയായി. എൻ്റെ കണ്ണിന് ബ്ലഡ് ഓട്ടം നിന്നു, കണ്ണിൻ്റെ ഞരമ്പുകളെല്ലാം ദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കണ്ണിൻ്റെ ഞരമ്പുകളെല്ലാം ദ്രവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അതിന് യാതൊരു ട്രീറ്റ്മെൻറ്റുമില്ല, അത് പൂർണ്ണമായി കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് വൈദ്യശാസ്ത്രം എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ട സമയത്ത്
എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം? കണ്ണിന് കാഴ്ചയില്ല എങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? 2 പൊടി കുഞ്ഞുങ്ങളാണ്, എങ്ങനെ ജീവിക്കുമെന്നറിയാതെ ഞാൻ ആകപ്പാടെ മാനസികമായി ഞാൻ തകർന്നു പോയി. അങ്ങനെ അത് മാത്രമല്ല, എൻ്റെ ശരീരത്തിൽ വലിയ നീരാണ്, എപ്പോഴും ഇങ്ങനെ നീർവീർക്കമാണ്, മൂക്കിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ 21 വർഷക്കാലമായിട്ട് പനിയാണ്, വിട്ടുമാറാത്ത പനി. അത് പച്ചവെള്ളത്തിൽ എനിക്ക് കുളിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വിട്ടുമാറാത്ത പനിയും ഇങ്ങനെയുള്ള മാനസിക അസ്വസ്ഥതയും, മൂക്കിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ ബ്ലഡില്ല. എന്തെല്ലാം ഫുഡ് കഴിച്ചാലും നമുക്ക് ശരീരത്തിൽ ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഡോക്ടർ പറയും എന്ത് രോഗമാണെന്ന് അറിയാൻ സാധിക്കാത്തത് മൂലം ഇനി ഞങ്ങൾക്കൊന്നും ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ലെന്ന്. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ മാനസികമായ എൻ്റെ സമനില തെറ്റി ഞാൻ ആകെ വിഷമിച്ച് ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സീരിയസ് അവസ്ഥയിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ എന്നെ മുൻപ് പരിചയമുണ്ടായിരുന്ന ഒരു ആൻറ്റിയും അങ്കിളും കൂടി എന്നെ കാണാനായിട്ട് വന്നു. എന്നെ കാണാനായിട്ട് വന്ന സമയത്ത് ആ ആൻറ്റിയുടെ കയ്യിൽ ഒരു വചനോത്സവം ഉണ്ടായിരുന്നു. ഈ വചനോത്സവം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, മോളുടെ അവസ്ഥയെല്ലാം ഞങ്ങൾ അറിയണ്ടായി, യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കണമെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ കർത്താവായ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ലേ, എന്നെ രക്ഷിക്കുമോ എന്നെനിക്ക് സംശയമായിരുന്നു. എന്നാൽ ആൻറ്റി പറഞ്ഞു അവർ കടന്നുപോയി, ഡോക്ടറിന് എന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് മൂലം ഞാൻ തിരികെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരാൻ തുടങ്ങി, യേശു ക്രിസ്തു എന്നെ രക്ഷിക്കുമോ? അപ്പോൾ ആൻറ്റി പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി, യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും, ഈ ഭൂമിയിൽ ആരെല്ലാം കൈവിട്ടാലും യേശു ക്രിസ്തു നിന്നെ കൈവിടില്ല, യേശുവിന് നിന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഈ ആൻറ്റി പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കാൻ തുടങ്ങി. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. ആൻറ്റി ഒത്തിരി പ്രസംഗിച്ചില്ല, യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് കടന്നുപോയി. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, എവിടെയാണ് ഞാൻ യേശുവിനെ അന്വേഷിച്ച് പോകേണ്ടത്, എന്നെ യേശു സുഖപ്പെടുത്തുമോ? അവർ പറഞ്ഞ് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് കരുതി അവരെന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 1995 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ 7 ദിവസത്തെ ധ്യാനമാണല്ലോ അന്ന് നടക്കുന്നത്. അപ്പോൾ 5 ദിവസമായിട്ടും എൻ്റെ ജീവിതത്തിൽ യാതൊരു ദൈവിക സ്പർശനവും എന്നിലേക്ക് കടന്നു വരുന്നില്ല. എനിക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നില്ല, എനിക്ക് നന്നായിട്ട് ഇരുന്ന് ഒന്നും അത് അറിയാൻ മനസ്സിലാകുന്നില്ല. എൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുന്നു, കാതുകൾ അടഞ്ഞിരിക്കുന്നു, എനിക്ക് ഒന്നും ഗ്രഹിക്കാനുള്ള ഒരു ശക്തിയില്ലാത്തൊരവസ്ഥയിൽ എനിക്ക് എന്തൊക്കെയോ ഞാൻ തന്നെ പിറുപിറുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നു. ഈ 5 ദിവസക്കാലം ഞാൻ ഇരുന്നിട്ടും എനിക്കൊരു അനുഭവമില്ല. അങ്ങനെ ഒരു ദിവസം, 5-ാമത്തെ ദിവസം സായാഹ്നമായപ്പോൾ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ്. ശക്തമായ ആരാധന നടക്കുന്നു. ശക്തമായ ആരാധന നടക്കുന്ന സമയത്ത് ഈ ആരാധന യേശുവാണോ എന്തോന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ആരാധന നടക്കുന്ന സമയത്ത് ഇതാ വലിയ ഒരു ശക്തി, നമ്മൾ ഈ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ, ഇലക്ട്രിക് ഷോക്ക് എൻ്റെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ എന്നിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ ഇടയായി. എന്നിലേക്ക് ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്ന് ആകെ അസ്വസ്ഥപ്പെടുകയും ഞാൻ നിന്ന് ഒത്തിരി കാറിക്കൂവി നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു, നിന്റെ വിശ്വാസത്തിൻ്റെ ഇതെല്ലാം അഴിച്ചു മാറ്റുക എന്നൊരു സ്വരം കേട്ടു. ഞാൻ എല്ലാം അത് മാറ്റി ഞാൻ വന്ന് അവിടെ ഇരിക്കുകയുണ്ടായി. വീണ്ടും വന്ന് ഇരുന്ന സമയത്ത് ദൈവിക ശക്തി, ദൈവിക സാന്നിധ്യം എന്നിലേക്ക് ഇങ്ങനെ അഭിഷേകമായി കടന്നു വരാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. എൻ്റെ കറണ്ട് ഇങ്ങനെ എന്നിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, ഞാൻ വിശുദ്ധ ബൈബിൾ കണ്ടിട്ടില്ല, ഞാനൊരു യേശു എന്നൊരു നാമം കേൾക്കുന്ന പോലും ആൻറ്റിയിലൂടെയാണ്. എന്നാൽ ഞാൻ കേൾക്കുന്ന ആദ്യമായിട്ട് ആ ദൈവശക്തി, ദൈവിക ആ അഭിഷേകം എന്നിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ മനസ്സിലൊക്കെ ഒരു വലിയൊരു വിടുതൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോഴാണ് ഞാൻ അവിടെ ആരാധന സമയത്ത് ഇങ്ങനെ പറയുന്നു, എവിടെ നിന്ന് പറയുന്നു, എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ കേൾക്കുന്ന വചനം ഇതാണ്,
മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ ദൈവവചനം ഇങ്ങനെ കടന്നു വരുന്നു. വീണ്ടും നോക്കുമ്പോൾ വീണ്ടും ഒരു വചനം ഇങ്ങനെ കടന്നു വരികയാണ്. ഹെബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും മജ്ജയിലും അത് ആത്മാവിലും ചേതനയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാര വികാര നിയോഗങ്ങളെയും അത് വിവേചിക്കുന്നതുമാണ്. ഇതാ മൂന്നാമതൊരു വചനം കേൾക്കുന്നു. കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നാലാമത് വചനം കേൾക്കുന്നത് ഇതാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അഞ്ചാമതൊരു ദൈവവചനം കേൾക്കുന്നത് ഇതാണ്. യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചത് 30-ാം അധ്യായം 21-22 വചനം. അത് ഇങ്ങനെ പറഞ്ഞു. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് കേട്ട് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ശരീരത്തിൽ കെട്ടപ്പെട്ടിരുന്ന ചങ്ങലകൾ കെലുകലാന്നിങ്ങനെ അഴിഞ്ഞു വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, കഷ്ടതയിൽ അവൻ കർത്താവിനോട് നിലവിളിച്ചു, അവൻ്റെ കഷ്ടതയിൽ അവിടുത്തെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ കെട്ടിവെച്ചിരുന്ന സകല ബന്ധനങ്ങളും അഴിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും കാണാൻ സാധിച്ചു. എൻ്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിച്ചു. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിലും മനസ്സിനും ഒക്കെ വലിയൊരു വിടുതൽ ലഭിച്ചു. സന്ധ്യാസമയത്തായിരുന്നു. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു, അവരെ അവൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തി. അങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ പോയപ്പോൾ ഫാദർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവം സന്ദർശിക്കുന്ന ദിവസമാണ്. ഇന്ന് ഓരോ മക്കളോടും ദൈവമായ കർത്താവ് സംസാരിക്കുന്ന ദിവസമാണ്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. ഇന്ന് കർത്താവേ എന്നെ സന്ദർശിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന്. പ്രിയ ദൈവമക്കളെ, എനിക്ക് വളരെ സന്തോഷമായി. എങ്കിൽ ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ നല്ല ഉറക്കം, എൻ്റെ ഓർമ്മയിൽ ഒരു 2-2:30 മണിയാകും. ആ സമയത്ത് എൻ്റെ കാതുകളിൽ സംസാരിക്കാൻ തുടങ്ങി കർത്താവ്. എൻ്റെ രണ്ട് കാതിലും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ആരാണ് എന്നോട് സംസാരിച്ചതെന്ന് കരുതി ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ച പ്രത്യാശയുടെ വാക്കുകളാണ്. ഞാൻ ആത്മഹത്യ ടെൻഡൻസിയിലും രോഗത്തിലും ദുരിതത്തിലും ഇരുന്ന എന്നോട് എൻ്റെ ദൈവം സംസാരിച്ചത്, ഈ ഭൂമിയിൽ ആരും തന്നെ, എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ മാതാപിതാക്കളോ ഈ ഭൂമിയിലുള്ള ആരും തന്നെ സംസാരിക്കാതെ പ്രത്യാശയുടെ വാക്കുകളായിരുന്നു. ഞാൻ വലിയ ആനന്ദത്തോടെ എഴുന്നേറ്റ് ഞാൻ ഇരിക്കുമ്പോൾ കർത്താവ് എൻ്റെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ഒരു സ്ക്രീൻ എൻ്റെ മുൻപിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു. അതിൽ കർത്താവ് കാണിക്കുന്നു, നീ രക്ഷയ്ക്ക് വേണ്ടി എവിടെയൊക്കെയാണ് കടന്നുപോയത്, എത്ര ഡോക്ടേഴ്സിനെ നീ അന്വേഷിച്ച് പോയി, ഏതെല്ലാം ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു, ഒരു വിധത്തിലും നിനക്ക് ഇതിൽ നിന്നെല്ലാം ഒരു രക്ഷയില്ല. എന്നാൽ ഞാൻ തകർന്ന് പലവിധ വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടു, പലവിധ വിശ്വാസത്തിൽ ഞാൻ കടന്നുപോയി. അവസാനം ഈശോ ഇങ്ങനെ പറയുന്നു, നീ കണ്ടോ, ഇതെല്ലാം നീ കടന്നു പോയിട്ട് നിനക്ക് രക്ഷയില്ല. എന്നാൽ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നിനക്ക് രക്ഷ. നല്ലൊരു കയ്യടി കൊടുക്കാമോ? നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം അത്ഭുത നാമമാണ്. അവൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രായനായ യേശുവിൻ്റെ നാമം ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്, നസ്രായൻ എന്ന വാക്ക്. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഒരു കുരിശ് വന്ന്, കറുത്ത കുരിശ് വന്ന് എൻ്റെ കണ്ണിലേക്ക് വന്ന് പതിയുണ്ടായി. എൻ്റെ ശരീരത്തിലുള്ള പൈശാചികമായ രൂപങ്ങളെല്ലാം പെടയാൻ തുടങ്ങി. ഞാൻ അവിടെ പെടഞ്ഞ് ഞാൻ നിലത്ത് വീണു. നിലത്ത് വീണ സമയത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന നിലത്തുന്ന ഭൂമി രണ്ടായി പിളർന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ ടപ്പേന്ന് താഴേക്ക് പോയി അഗാധങ്ങളിലേക്ക് ഞാൻ കടന്നു പോവുകയും ആ ഭൂമി അടയ്ക്കപ്പെടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം
ഇങ്ങനെ പൊങ്ങി പൊങ്ങി മുകളിലേക്ക് കടന്നു വന്നു. ഭൂമി തുറക്കപ്പെട്ടു. ഞാൻ യഥാസ്ഥാനത്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് പോയത് കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആത്മഹത്യ ടെൻഡൻസിയുടെയൊക്കെ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഞാൻ തിരിച്ചു വന്നിരുന്നത് സ്വസ്ഥതയുടെയും ആനന്ദത്തിൻ്റെയും വലിയ സന്തോഷത്തിൻ്റെയും വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ആനന്ദം കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സൗഖ്യവും വിടുതലുമൊക്കെ എനിക്ക് ലഭിച്ചു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അവയുടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രമാക്കി. ഒരു ഹല്ലേലൂയ പറയാമോ? എന്റെ തലയിൽ എഴുത്തിനെ എന്റെ യേശു ക്രിസ്തു മായ്ച്ചു കളഞ്ഞു. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും എന്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ അതിൽ നിന്ന് മോചിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഞാൻ കാണുകയാണ്, ഞാൻ അത്രയും ദൂരത്തിൽ നിന്ന് ഇതാ ഈശോ നടന്ന് നടന്ന് എൻ്റെ അടുക്കലേക്ക് വരികയാണ്. നീണ്ട കുപ്പായം, കൈയുള്ള കുപ്പായം ധരിച്ച്, വെള്ള ലോക ധരിച്ച്, അതുപോലെ ചുമന്ന അങ്കി കർത്താവ് നടന്നു വരുമ്പോൾ പാദം വരെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് വരികയാണ്. ഞാൻ നോക്കുമ്പോൾ കർത്താവ്, ഞാൻ ഇങ്ങനെ നിലത്തിരുന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ ഈശോ അടുത്തടുത്തടുത്ത് എൻ്റെ അരികിലേക്ക് കടന്നു വന്നു. ഇതാ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 13 പറയുന്നില്ലേ, അവൻ്റെ അങ്കി പാദം വരെ നീണ്ടു കിടന്നു വന്ന്. ഇന്നും പ്രിയ ദൈവമക്കളെ, നീണ്ടു കിടക്കുന്ന അങ്കി നടന്നു വരുമ്പോൾ നിലത്ത് ഇഴഞ്ഞിഴഞ്ഞ് വരികയാണ്. ഞാനത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ ഈശോ എൻ്റെ അടുക്കലേക്ക് വന്നു, അവിടെ എൻ്റെ അരികിൽ വന്ന് നിന്നിട്ട് കരമെടുത്ത് എൻ്റെ ശിരസിലേക്ക് വെച്ചിട്ട് പറഞ്ഞു: മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാമോ കർത്താവിനെ? നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം മാനവജാതിക്ക് വേണ്ടി ഈ ഭൂമിയിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ കർത്താവ് എന്നെ വന്ന് തൊട്ടു. എൻ്റെ കർത്താവ് തൊട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു. പുത്രൻ നമ്മെ സ്വതന്ത്രമാക്കിയാൽ യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണ്. രാവിലെ ഉണർന്നപ്പോൾ എൻ്റെ കണ്ണ് ബ്ലഡ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ണായിരുന്നു. തള്ളി ഉന്തിയിരിക്കും. അത് യഥാസ്ഥാനത്തെത്തി. ശരീരത്തിൽ നീരില്ല, എനിക്ക് പനിയില്ല. 21 വർഷമാണ് പനിയുണ്ട് ഞാൻ വിഷമിച്ചത്. പനിയില്ല. പല വിധത്തിൽ എൻ്റെ മനസ്സും ശരീരവും ആത്മാവൊക്കെ ബലം പ്രാപിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു: ദൈവമേ, ഈ ഭൂമിയിൽ നീ ജീവിക്കുന്ന ദൈവത്തെ ഞാൻ കണ്ണുകൊണ്ട് കണ്ട്, കൈകൊണ്ട് തൊട്ടിരിക്കുന്നു, ഞാൻ അങ്ങേ കേട്ടിരിക്കുന്നു. ഇനി എൻ്റെ ദൈവം യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ രോഗത്താൽ ഞാൻ തളർന്നു കിടന്ന എന്നെ എൻ്റെ യേശു ക്രിസ്തു എന്നെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഞാൻ വലിയ സൗഖ്യത്തിൽ ഞാൻ കടന്നു വന്നു. എൻ്റെ ഈശോ അതിനുശേഷം എൻ്റെ കർത്താവിന് ഞാൻ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു. ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നുപോയി. എൻ്റെ ജീവിത പങ്കാളി വന്നില്ലായിരുന്നു എൻ്റെ കൂടി ധ്യാനത്തിനായിട്ട്. അങ്ങനെ കടന്നു പോയപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നെ കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇവിടുന്ന് പോയ ആളല്ല തിരിച്ചു വരുന്നത്. എനിക്ക് കാഴ്ച കിട്ടി, എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ ആകെ മാറിയിരിക്കുന്നു. അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, ഞാൻ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഓരോ പ്രാർത്ഥനയിലും അത്ഭുതവും അടയാളങ്ങളും പ്രാർത്ഥിക്കുന്ന ഓരോത് കണ്ട് എൻ്റെ ജീവിത പങ്കാളിയും വിശ്വസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ 2 മക്കൾ കുഞ്ഞു മക്കളാണ്. മക്കളും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവമായ കർത്താവ് എന്നെ എൻ്റെ കുടുംബത്തെയും നയിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈശോ എന്നോട് പറഞ്ഞു: നീ എൻ്റെ 1998 അപ്പോഴെന്നോട് പറഞ്ഞു, നീ എൻ്റെ ശരീര രക്തം ഭക്ഷിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു: ഈശോയെ, ഞാൻ ഭക്ഷിക്കുന്നത് മാത്രം പോരല്ലോ, ഞാനും എൻ്റെ കുടുംബവും ഭക്ഷിക്കണ്ടേ? നിന്റെ സഭയിലേക്ക് വരാനും അങ്ങയുടെ ശരീരരക്തം ഭക്ഷിക്കുവാനും എൻ്റെ പങ്കാളിക്കും വരണമെന്ന്. പ്രിയ ദൈവമക്കളെ, എൻ്റെ ആഗ്രഹം പോലെ തന്നെ കർത്താവ് ഞങ്ങൾ കുടുംബത്തോടെ വിശ്വാസത്തിലേക്ക് സ്വീകരിക്കാനായിട്ടും യേശുവിൻ്റെ ശരീരരക്തം ഭക്ഷിക്കാൻ 2000 ഞങ്ങൾക്ക് സാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് എഴുതി കാണിച്ചു തന്നു. എഴുതി കാണിച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവ് കാണിച്ചു തന്നു. ഞാനും എൻ്റെ കുടുംബവും 2 വർഷത്തിലേറെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, ഞാൻ പനയ്ക്കൽ അച്ഛൻ്റെ ടീമിലായിരുന്നു, കുടുംബവും അവിടെ താമസിച്ചു. 1 വർഷമായപ്പോൾ തന്നെ കർത്താവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വന്നു. ദൈവവചനം പങ്കുവയ്ക്കുവാനും സാക്ഷ്യം പങ്കുവയ്ക്കുവാനും ഒക്കെ കർത്താവ് എന്നെ ഇടയാക്കി. അങ്ങനെ 2 വർഷം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ക്വാർട്ടേഴ്സിലായിരിക്കുന്ന സമയത്ത് കർത്താവ്, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചുണർത്തിയിട്ട് ഇങ്ങനൊരു സ്വരം കേട്ടിട്ടാണ് എഴുന്നേക്കുന്നത്. കർത്താവ് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നൊരു വാക്യം കേട്ടു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് ഈശോ വീണ്ടും പറയുകയാണ്, നീ കാലുകുത്തുന്ന ദേശം ഞാൻ അനുഗ്രഹിക്കും. ഞാൻ വീണ്ടും ഇരുന്ന് സ്തുതിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ കർത്താവ് വേറെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്, ഇങ്ങനെ ഏക്കർ കണക്കിന് ഗോതമ്പ് മണി വിളഞ്ഞു കിടക്കുകയാണ്. കൊയ്ത്തിന് സമയം കഴിഞ്ഞു. നെൽപ്പാടവും ഗോതമ്പും ഒക്കെ വിളഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ ഒരു കുഞ്ഞു പോലും അത് കൊയ്തെടുക്കാനില്ല. അങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇത് കണ്ടോ, ഇത് കൊയ്തെടുക്കാൻ ഒരു വ്യക്തിയില്ല, അതുകൊണ്ട് നീ മറുവശത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. ഞാൻ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കുറെ സ്ത്രീകൾ നിന്ന് ചവറുകളെല്ലാം ഇങ്ങനെ വാരി കൂട്ടുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ചവറൊക്കെ ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ ഞാൻ പോകാം, ഞാൻ കൊയ്തെടുക്കാം കർത്താവേ. ഈ നെൽമണികളും ഇതെല്ലാം ഞാൻ തന്നെ അത് അറുത്തെടുക്കും. അതുകൊണ്ട് എൻ്റെ ഈശോ എനിക്ക് ഉടനെ തന്നെ എൻ്റെ കയ്യിലൊരു അരിവാള് തന്നു. എൻ്റെ കയ്യിലൊരു അരിവാള് തരികയും ഞാനത് സന്തോഷത്തോടെ ഇങ്ങനെ അറുത്തെടുക്കുന്നതായിട്ടും കർത്താവ് കാണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഞാൻ ബൈബിൾ കണ്ണിൽ പോലും കണ്ടിട്ടില്ലാത്ത എനിക്ക് പ്രസംഗിക്കുവാനും അത് നന്നായി ദൈവ സന്നിധിയിൽ വ്യാഖ്യാനിക്കാനൊക്കെ പൊന്നു കർത്താവിന് അനുഗ്രഹം തന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഞാൻ ഇതെന്താണ് ഈ ദർശനം, ഇതൊക്കെ സംസാരിക്കുന്നത് ഞാൻ പനയ്ക്കൽ അച്ഛനോട് പോയി പറഞ്ഞു. അച്ഛൻ്റെ ടീമിൽ ഗസമില്ലായിരുന്നു ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം അറിഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്ക് നാട്ടിലേക്ക് പോകാനുള്ള സമയമായെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ നാട്ടിലേക്ക് ഇനി പോകുന്നില്ല, ഞാനും എൻ്റെ കുടുംബവും ഇവിടെ താമസിച്ചുകൊള്ളാം, ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ ഒരുപാട് വിളവുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെയല്ല നിനക്കുള്ള വിളവ്, നീ നാട്ടിലേക്ക് പോകണം. നിന്നെപ്പോലെ വേദനിക്കുന്ന അനേക മക്കൾക്ക് നീ ഒരു അനുഗ്രഹമാണ്, നീ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകാൻ ഞങ്ങൾ ഒരുമിച്ച് തയ്യാറായി. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും നാട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് വർക്ക്ഷോപ്പും ഒക്കെ കിട്ടി. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഒരു ദേശത്ത് വന്ന്, എല്ലാ മനുഷ്യൻ ജീവിക്കുന്ന ഒരു ദേശത്ത് വന്ന് താമസിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ ഇവിടെ ഒരുപാട് വിളവുണ്ട്, അനേക രോഗികൾ, അനേക ബന്ധിതർ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവരൊക്കെ ഒരുപാട് മക്കളുണ്ട് കർത്താവേ, ഞാൻ ഇവരോടൊക്കെ ഞാൻ യേശുവിനെ പറയട്ടെ. യേശോ പറഞ്ഞു, നീ പറയണ്ട, നീ ഇവർക്കെല്ലാം വേണ്ടി അബ്രഹാത്തെ പോലെ നീ ഇങ്ങനെ കണക്കിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ കണക്കിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 3 മാസം പോലും ആയില്ല. അതിനിടയ്ക്ക് വെച്ച് അനേക ആത്മാക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഒരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്താണ് ഞങ്ങളുടെ വിമല ഹൃദയ ധ്യാന കേന്ദ്രം, ഇപ്പോൾ 13 വർഷമായി അവിടേക്ക് കല്ലിട്ട് ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അത് കല്ലിടുകയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്നെ നിർത്തിയിട്ട് അവിടുന്ന് മദർ പറഞ്ഞു, ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നെയും കൂടി ഞാൻ നടുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ അനേക ആത്മാക്കളെ നേടണം. അങ്ങനെ തീർച്ചയായിട്ടും ദൈവം എന്നെയും കൂടി ആ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരുക്കി. അങ്ങനെ സിസ്റ്റേഴ്സുകൾ നടത്തുന്ന കൊട്ടിയം വിമല ഹൃദയ ധ്യാന കേന്ദ്രത്തിൽ 13 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പൊന്നു കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിച്ച് ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് കൗൺസിലിങ്ങിനൊരു വരം കർത്താവ് തന്നു. എനിക്ക് കൗൺസിലിംഗ് ചെയ്യണമെന്ന് എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഈശോ തന്നെ എന്നെ പഠിപ്പിച്ചിട്ട് ഈശോ ആ കൗൺസിലിങ്ങിലൂടെ മഹത്വപ്പെടാൻ തുടങ്ങി. കർത്താവിൻ്റെ മഹത്വം അതിലൂടെ വരാൻ തുടങ്ങി. അങ്ങനെ അനേക ആത്മാക്കൾ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ ഒരു 1 ഡേ ധ്യാനം ഒരു ഫസ്റ്റ് സാറ്റർഡേ നടത്താനായിട്ട് ദൈവം ഒരുക്കി തന്നു. പ്രിയപ്പെട്ടവരെ, അത് നടക്കാൻ തുടങ്ങി. അനേക ആത്മാക്കൾ അതിലേക്ക് കടന്നു വരാനും അനേകർ വിശ്വാസത്തിൽ കടന്നു വരാനും ഇടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം.
പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് കർത്താവായ മാനവജാതിക്ക് യേശു ക്രിസ്തുവിൽ വലിയ രക്ഷയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്ഷ അത് സമഗ്രമാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്നത് പാപമോചനവും സൗജന്യ രക്ഷയും സമഗ്ര വിമോചനവുമാണ്. ഞാൻ മരണം മുന്നിൽ കണ്ട് ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന എനിക്കൊരു ജീവിതം തന്നത് ക്രിസ്തുവാണ്. ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു. ഈ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. പൊന്നു കർത്താവ് കൊല്ലം രൂപതയിൽ വിവിധ സ്ഥലങ്ങളിലും എന്നെ വചനം പ്രസംഗിക്കാനും ഒക്കെ എന്നെ വൈദികർ വിടുന്നുണ്ട്. അതുപോലെ കൊട്ടിയം സോണിലാണെങ്കിലും അവിടെ പ്രവർത്തിക്കാനും ഒക്കെ ദൈവം വിടുന്നു. എൻ്റെ ഇടവകയിൽ തന്നെ നല്ലൊരു ശുശ്രൂഷ ചെയ്യാൻ ദൈവം കരിസ്മാറ്റിക്കിലൊക്കെ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്ഷ നാം ഓരോരുത്തരും നമ്മൾ അത് സ്വീകരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രക്ഷയല്ലാതെ മറ്റൊരു രക്ഷ ഈ ഭൂമിയിലില്ല. നമ്മളുടെ ജീവിതത്തിൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചാലും ഈ ഭൂമിയിൽ മനുഷ്യൻ നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മുടെ ദൈവം സർവശക്തൻ, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ തൻ്റെ മക്കൾക്ക് വേണ്ടി നൽകപ്പെട്ടതാണ് കർത്താവായ യേശുവിനെ. അവിടുത്തെ വചനത്താൽ നമുക്ക് സകലതും ഉളവാക്കി ആ യേശു ക്രിസ്തുവിനാൽ നമുക്ക് രക്ഷയുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കൊടുക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിനായിട്ട് ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയുടെ മഹത്വത്തിനായിട്ട് അനേക ആത്മാക്കളെ നേടുവാനും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് കർത്താവെ ഒരുക്കിയതിനായി നന്ദി പറയുന്നു. ഈശോയുടെ ശക്തി ഇവിടെ ഇറങ്ങി വരട്ടെ. ഇന്നിവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ, രോഗികളായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് ഇതാ ഈ മക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ. ഇന്ന് ആരെങ്കിലും വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച മക്കൾ ഇവിടെ ഇരിപ്പുണ്ടോ? ഇന്ന് വിട്ടുമാറാത്ത പനി, അതുപോലെ തന്നെ ശരീരത്തിൽ നീര്, വേദന, പനി, മൂക്കിൽ കൂടി ബ്ലഡ് വരിക, അതുപോലെ പല വിധത്തിലും വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവേ, ഈ മക്കൾക്കെല്ലാം സൗഖ്യവും വിടുതലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ ഓരോ മക്കളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്താൽ ഓരോ മക്കളെയും അവിടുന്ന് നിറയ്ക്കണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കരുണ ഈ നിമിഷം ഇവിടെ ചൊരിയട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ ഈ അനുഗ്രഹത്തിനായി നമുക്ക് നന്ദി പറയാം. യേശു ക്രിസ്തു വഴി നമുക്ക് മാനവജാതിക്ക് ലഭിച്ചിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അവൻ്റെ ക്രൂശ് വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. ശാപത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന്, ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന്, മരണഭയത്തിൽ നിന്നെല്ലാം നമ്മൾ മോചിതരായി. യേശു ക്രിസ്തുവിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നാം ഓരോരുത്തരും ജീവിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ, ഈ നിമിഷം കർത്താവിൻ്റെ സ്പർശനം ഈ മക്കളിലേക്ക് കടന്നു വരട്ടെ. സൗഖ്യം പകരട്ടെ, ദൈവ സാന്നിധ്യം പകരട്ടെ, ദൈവശക്തി പകരട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. കർത്താവേ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.